കഴിഞ്ഞ ദിവസം പോർഷൻ ഒക്കെ ചെയ്ത് നോക്കിയോ? നോക്കി. രണ്ടുപേരും ഓൺലൈൻ അല്ലായിരുന്നോ ഇന്നലെ? ഇന്ന് നമ്മള് ഇന്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യണേ. ഇന്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ് 7.7. Integrals of some more type. സോ ഈ ഇന്റഗ്രൽസ് ബൈ ഹേർട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഈ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ root of x square minus a square dx equal x by 2 root of x square minus a square minus a square by 2 log mod x plus root of x square minus a square plus c. ഇതാണ് ഫസ്റ്റ് ഇന്റഗ്രൽ. Integral root of x square minus a square dx is equal to x by 2 root of x square minus a square minus a square by 2 log mod x plus root of x square minus a square plus c. Okay. Next one. Integral root of x square plus a square dx equal x by 2 root of x square plus a square plus a square by 2 log mod x plus root of x square plus a square plus c. ഇവിടെ x square plus a square വരും, ഇവിടുത്തെ മൈനസ് മാറി ഇവിടെ പ്ലസ് വരും, ഇവിടെ അതേപോലെ തന്നെ x square plus a square വരും റൂട്ടിനുള്ളിൽ. കഴിഞ്ഞോ? നെക്സ്റ്റ്, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഐശ്വര്യക്ക് കാണാലോ അല്ലേ? എന്താ വെച്ച് ലേറ്റ് ആയത്? എല്ലാ സൺഡേ ഇതാണല്ലേ പരിപാടി? പ്രണവില്ലേ? അല്ല, പ്രണവ് വന്നില്ലേ പുറത്തു പോവാൻ? പ്രണവ് വന്നില്ലേ പുറത്തു പോവാൻ? ആ, സാധാരണ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ പോവാറ്? അല്ല, കഴിഞ്ഞോ? നമ്മൾ പുതിയ 3 ഇന്റഗ്രൽസ് പഠിച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഏത് ഫോമാ? ഇതിൽ ഏത് ഫോമാ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? തേർഡ് വൺ അല്ലെ, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. എയുടെ പ്ലേസിൽ അവിടെ എന്താ ഉള്ളത്? എ സ്ക്വയറിന്റെ പ്ലേസിൽ 4 ആ ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെ എഴുതാം അല്ലെ. ഇവിടെ എ എന്താ? 2 ആണ്. സോ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ? എക്സ് ബൈ 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? x by 2 root of a square minus x square, അതായത് 4 minus x square plus 4 by 2. എന്താ 4 by 2? 2 sin inverse
x by 2 plus c. This is the answer. ഒന്നുമില്ല, ഡയറക്റ്റ് ആയി ഇന്റഗ്രൽ അപ്ലൈ ചെയ്തു. കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? പ്രണവ് എന്ത് വെച്ച് ലേറ്റ് ആയ? Okay. Next question. Integral root of 1 minus 4x square dx. Integral root of 1 minus 4x square dx. ഇതിനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് 2x the whole square dx എഴുതാലോ. ഇനി put 2x is equal to t. That 2x equal to t. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? 2 dx equal dt. ഇങ്ങനെ കിട്ടില്ലേ? 2 dx is equal to dt. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ dxന് വരെ എന്താ കൊടുക്കാൻ പറ്റുക? dt by 2 അല്ലേ? which is equal to 1/2 integral root of 1 square minus t square dt. ഇനി ഇവിടെ ഏതാ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇന്റഗ്രൽ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dx അല്ലേ? which is equal to x/2 root of a square minus x square plus a square by 2 sin inverse x by a plus c അല്ലേ? ഇവിടെ എക്സിന്റെ പ്ലേസിൽ അവിടെ എന്താ ഉള്ളത്? t ആണുള്ളത്. സോ ഇൻസ്റ്റെഡ് ഓഫ് in place of x we have to write t. t by 2 root of a square. a square എന്താ? 1 square minus 2x whole square. അതായത് 1 minus 4x square plus a square by 2. That is 1/2 sin inverse t plus c. ടിയുടെ പ്ലേസിൽ അല്ലെങ്കിൽ ഇവിടെയും ടി എന്ന് കൊടുത്താൽ മതി കേട്ടോ. 1 മൈനസ് ടി സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 2x by 2. അതായത് എക്സ് റൂട്ട് ഓഫ് 1 മൈനസ് 4x സ്ക്വയർ പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് സി. ഒരു 1/2 പുറത്തുണ്ട് അല്ലേ? ഇവിടെ ഒരു 1/2 പുറത്തുണ്ട്. which is equal to 1/2. സോ ഇവിടെ x/2 വരും by 4. എന്താ ലേറ്റ് ആയ? ഇന്റഗ്രൽസ് വേഗം നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേഗം എഴുതിയത്. അല്ല, ടി എന്ന് പറയുന്നത് 2x അല്ലേ? ടി എന്ന് പറയുന്നത് 2x അല്ലേ? അപ്പോ 2x/2 എന്ന് പറയുന്നത് x ആണ്. x/2. t/4 ആണ്. ഓക്കെ, t/4 ആണ്. t എന്ന് പറയുന്നത് 2x അല്ലേ? അപ്പൊ 2x/4 ക്യാൻസൽ ആവില്ലേ? x/2 ആവില്ലേ? ഓക്കെ.
വിവേകി ഇക്വേഷൻസ് എഴുതിയെടുക്കുക കേട്ടോ. Next question. Integral x square plus 4x plus 6 dx. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇതിൽ എന്ത് ചെയ്യണം, രണ്ട് സ്ക്വയർ ടേംസിന്റെ സമ്മായിട്ട് എഴുതണം. ഏത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യാം ഇതിനെ സ്ക്വയർ ടേം ആക്കാൻ വേണ്ടിയിട്ട്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അതെന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 4x. എക്സിന്റെ കോഎഫിഷ്യന്റ് 4, 4ന്റെ ഹാഫ് 2, 2ന്റെ സ്ക്വയർ 4. ആ 4 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, പ്ലസ് 6. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്. ഇവിടെ എക്സിന്റെ ടേമിന്റെ സൈൻ പ്ലസ് ആണ്, 4ന്റെ റൂട്ട് എത്രയാ? 2. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. -4 പ്ലസ് 6 എത്രയാ? പ്ലസ് 2. So we can write this as integral x plus 2 the whole square plus 2 dx. റൂട്ട് ഉണ്ട്. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 2 ചെയ്യുന്ന കൊടുക്കാം. ലെറ്റ് എക്സ് പ്ലസ് 2 ഈക്വൽ ടി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടാ? dx equal dt. അല്ലേ? ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 നമുക്ക് റൂട്ട് 2 സ്ക്വയർ എന്ന് എഴുതാലോ, dt. ഇനി ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് അല്ലേ? എന്താ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്? എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? സോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ എക്സിന്റെ പ്ലേസിൽ വി ഹാവ് ടി. സോ റൈറ്റ് ടി ബൈ 2 റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് റൂട്ട് 2 സ്ക്വയർ ദാറ്റ് ഇസ് 2 പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 2 സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് 2. 2 by 2 is 1. Then log mod t plus root of t square plus 2 plus c. Ini substitute the value for t. So we will get x plus 2 by 2 root of x square plus 4x plus 6 plus log mod x plus 2 plus root of x square plus 4x plus 6 plus c. This is the answer. കിട്ടിയോ? ജോയ്സിന് കിട്ടിയോ? കഴിഞ്ഞോ ഐശ്വര്യ? പ്രണവ് കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
1 minus root of 1 minus 4x minus x square dx. പ്രശ്നം എഴുതിയോ? എങ്ങനെ ചെയ്യും? മൈനസ്, സോ ഇവിടെ ഞാൻ റൂട്ട് ഓഫ് 1 മൈനസ് കോമൺ എടുക്കുക. ഇനി മൈനസ് എടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? 4x പ്ലസ് എക്സ് സ്ക്വയർ. ഞാനൊന്ന് ഓർഡർ ആക്കി എക്സ് സ്ക്വയറിന്റെ ടേം ആദ്യം എഴുതുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x ഇങ്ങനെ കിട്ടത്തില്ലേ? ഇങ്ങനെ കിട്ടില്ലേ? ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ സ്ക്വയർ ആക്കണം അല്ലെ? നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് 4x. ഇനി ഏത് ടേം ആഡ് ചെയ്യണ്ട? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ. എക്സിന്റെ കോഎഫിഷ്യന്റ് 4, 4ന്റെ ഹാഫ് എത്രയാ? 2, 2ന്റെ സ്ക്വയർ എത്രയാ? 4. ആ 4 ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെന്തായിട്ട് മാറും? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, 4xന്റെ സൈൻ പ്ലസ് 4ന്റെ സ്ക്വയർ 2. സോ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 4. ഓക്കെ, ഇനി ഇവിടെ ഒരു 1 ഉണ്ട്. സോ റൂട്ട് ഓഫ് 1 minus x plus 2 the whole square minus 4. So minus of minus plus sum, so we can write this as root of 5 minus x plus 2 the whole square. ഇനി 5ന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 5 സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് എക്സ് പ്ലസ് 2 the whole square. 3 അല്ല, ഇവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 4xനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് അല്ലേ പുറത്തുള്ള? ഈ എക്സ് സ്ക്വയർ പ്ലസ് 4xനെ നമ്മൾ എക്സ് പ്ലസ് 2 the whole square മൈനസ് 4 എന്ന് എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. ഇനി ഇവിടെ ഏത് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാം? തേർഡ് ഇക്വേഷൻ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അതിന് മുന്നേ നമുക്ക് ഈ എക്സ് പ്ലസ് 2 എന്ത് എഴുതാം? ടി എന്ന് എഴുതാം. സോ ഡി എക്സ് ഈക്വൽ ഡി ടി. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് root 5 the whole square minus t square dt, which is equal to third equation apply ചെയ്യാ. x by 2 ആണ്, so instead of x we have to write t by 2 root of a square minus t square. a എന്ന് പറയുന്നത് root 5 ആണ്, root 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5. root of 5 minus t square plus a square, that is 5 by 2 sin inverse t by root 5 plus c. ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടിയുടെ വാല്യൂ എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് 2 ബൈ ടി, എക്സ് പ്ലസ് 2 ബൈ 2 റൂട്ട് ഓഫ് 5 മൈനസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 1 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ബൈ 2 സൈൻ ഇൻവേഴ്സ് x plus 2 by root 5 plus c. This is the answer. കിട്ടിയോ? എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ ആൻഡ് പ്രണവ്. പ്രണവ് കഴിഞ്ഞോ? ക്യാമറ ഓൺ ചെയ്ത് രണ്ടുപേരും. ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യൂ.
ക്വസ്റ്റ്യൻ 5 ആണ്? അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഓർഡർ ആണോ പറയണേ? അത് ഡിഫറെന്റാ. ടെക്സ്റ്റ് ബുക്കിലെ ഓർഡറിലല്ല നമ്മൾ പോകുന്നത്, വേറെ ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. Next question, integral root of 1 plus x square by 9 dx. Integral root of 1 plus x square by 9 dx. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ റൂട്ട് ഓഫ് 9 plus x square by 9 dx. ഈ 9 പുറത്തോട്ട് എടുക്കാം. റൂട്ടിനുള്ളിലുള്ള 9 ആണ്. പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താകും? 3 ആകും അല്ലേ? So we can write this as 1/3 integral root of 9 plus x square dx. ഇനി ഒന്ന് ചെയ്തേ, ഏത് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇതല്ലേ, സെക്കൻഡ് വൺ അല്ലേ, ഇന്റഗ്രൽ റൂട്ട് ഓഫ് x square plus a square dx. ഒന്ന് ചെയ്തേ. കിട്ടിയ ആൻസർ കിട്ടിയോ? എന്താ ആൻസർ വരാ? 1/3 ഇൻറ്റു ഇന്റഗ്രൽ റൂട്ട് ഓഫ് 9 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാ യൂസ് ചെയ്യേണ്ടത് അല്ലേ? എന്താ വരാ? x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എന്ന് പറയുന്നത് 3 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് 9/2 log mod x plus root of 9 plus x square plus c. This is the answer. കിട്ടിയോ? വിവേക് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. എല്ലാവരും കഴിഞ്ഞില്ലേ? ജ്യോതിസിന് ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞില്ല. കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തോളണം കേട്ടോ. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് ഇടയ്ക്ക്, അത് നിങ്ങൾ ചെയ്യണേ. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം, നാളെ ചെയ്തിട്ട് വരാം കേട്ടോ. നാളെ മാത്സാ. നാളെ എന്താ നിങ്ങൾക്ക് ശരിക്കും വരാം? കെമിസ്ട്രി കഴിഞ്ഞില്ലേ? കെമിസ്ട്രി കഴിഞ്ഞില്ലേ? ഫിസിക്സ് കഴിഞ്ഞോ? 2-3 ക്ലാസ് നമുക്ക് 2-3 ക്ലാസ് മതി. നിങ്ങളുടെ സ്കൂളിലെ പോർഷൻസ് കഴിഞ്ഞോ? മാത്സ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ലീനിയർ തുടങ്ങും. അത് മാത്രമേ ഉള്ളൂ ഇനി? പ്രോബബിലിറ്റി നിങ്ങളുടെ വെക്ടറോ? ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്തോ? അപ്പൊ വെക്ടർ മാത്രമേ ഉള്ളൂ ഇനി? നിങ്ങളുടെ കഴിഞ്ഞില്ലേ? 3D കൂടെ ഉണ്ടോ? അതെടുത്തോ? കൺഫർമേഷൻ മെസ്സേജ് വരൂട്ടോ നാളത്തെ കാര്യം. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നാളത്തെ കാര്യം നിങ്ങൾക്ക് മെസ്സേജ് വരും. എന്താ
വല്ലപ്പോഴൊക്കെ പഠിക്ക്. വരാറില്ലല്ലോ, ഫുള്ള് ഓൺലൈൻ അല്ലേ. എഴുതിയോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ? എഴുതിയോ? ഹെഡിങ് എഴുതിയോ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. നല്ല രസമല്ലേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തോണ്ടിരിക്കാൻ? അല്ലേ അല്ലേ? അതിനിപ്പോ വന്നതല്ലേ ഉള്ളൂ, വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വേള തരാം. Definite integrals. A definite integral is denoted by integral a to b f of x dx. Integral a to b f of x dx, where a is called the lower limit of the integral, and b is called the upper limit of the integral. Integral a to b f of x dx is equal to capital F of x from a to b, which is equal to f of b minus f of a. പറഞ്ഞോ. ബോർഡ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എപ്പോഴാ എഴുതിയോ? So what is integral a to b f of x dx? Capital F of x എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ, അതായത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യുക? അതിന്റെ വാല്യൂ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. ഓക്കെ, റൈറ്റ് ദ ക്വസ്റ്റ്യൻ. Integral, first question, integral minus 1 to 1 x plus 1 dx. Integral minus 1 to 1 x plus 1 dx. First we have to find the integral of x plus 1. x plus 1 in integral കണ്ടുപിടിക്കുക. എന്താണ് integral of x plus 1? x in integral എന്താ? പറ. x square by 2 plus integral 1 dx. എന്താ integral 1 dx? x. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എവിടെ നിന്ന്? -1 മുതൽ 1 വരെയാണ്. which is equal to എന്ത് ചെയ്യണം? ആദ്യം we have to put x is equal to 1. x ന് എന്ത് കൊടുക്കുക? 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? x square by 2, അതായത് 1 കൊടുക്കുമ്പോൾ 1/2 plus 1 minus -1 കൊടുക്കുമ്പോൾ -1 square, അതായത് 1/2 minus 1, which is equal to 3/2 minus 1/2 minus 1 minus 1/2, which is equal to 4/2, which is equal to 2. This is the answer. എന്താ
ആ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നല്ലേ? അത് പറയാം. ഒരെണ്ണം പകുതി ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ? അത് പറയാം, ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആൻസർ എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഐശ്വര്യ പ്രണവ് കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പ്ലസ് എന്തും കൂടെ വരുന്നുണ്ട്, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാനും കൂടെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാ. പിന്നെ എന്താ, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഒന്ന് ചെയ്തേ. ഇന്റഗ്രൽ 2 to 3 1/x dx. കഴിഞ്ഞോ? ആൻസർ എന്താ കിട്ടിയ? ഇന്റഗ്രൽ ഓഫ് 1/x dx എന്താ? ലോഗ് മോഡ് എക്സ് അല്ലേ? ഇനി എന്ത് ചെയ്യാ? വാല്യൂസ് ഫ്രം 2 to 3 which is equal to log 3 minus log 2. ഇതിനെങ്ങനെ എഴുതാം? log 3/2 plus c. This is the answer. Okay. എന്താ? വേണ്ട 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 വേണ്ട, സി വേണ്ട കേട്ടോ. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral 0 to pi/4 sin 2x dx. Integral 0 to pi/4 sin 2x dx. കഴിഞ്ഞു. 1/2 കിട്ടിയ ആൻസർ എല്ലാവർക്കും കിട്ടിയോ? എന്താണ് ഇന്റഗ്രൽ സൈൻ 2x? ഇന്റഗ്രൽ സൈൻ 2x എന്താ? മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈ കോൺസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. അപ്പൊ -1/2 പുറത്തെടുക്കാം. cos 2x
0 to pi by 2, which is equal to minus 1 by 2 cos 2 pi by 4. Cos 2 into pi by 4 എന്താ pi by 2 അല്ലേ, minus cos 2 into 0 cos 0, which is equal to minus 1 by 2. What is cos pi by 2? Cos 90. 0 minus cos 0 1. So minus 1 by 2 into minus 1, which is equal to 1 by 2. This is the answer. കിട്ടിയോ? Next question. Integral 4 to 5 e raised to x dx. Integral 4 to 5 e raised to x dx. ചെയ്തേ. Integral e raised to x dx എന്താ? e raised to x. Values from 4 to 5, which is equal to e raised to 5 minus e raised to 4 അല്ലേ? e raised to 4, take it as common, so e minus 1. കിട്ടിയോ? Next question. Integral 0 to 1 dx by root of 1 minus x square. ഇവിടെ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ടേ? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമ്മളൊരു ഇന്റഗ്രൽ, കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതാ? ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്താ ഇക്വേഷൻ? 1/2 ഇതിന്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതിപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/√(1 - x square) ആണ് അല്ലെ? നിങ്ങൾക്ക് അത് ഡയറക്റ്റ് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാണെങ്കിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടും. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 എന്താ? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 0 0, which is equal to π/2. π/2. ഇതെങ്ങനെയാ സൈൻ ഇൻവേഴ്സ് 1 കണ്ടുപിടിക്കുന്നത്? അതായത് സൈനിന്റെ ഏത് വാല്യൂനാ 1 കിട്ടുന്നത്?
സൈൻ 5/2 അല്ലേ, അപ്പൊ 5/2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 5/2. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാലോ ഏത് വാല്യൂവിനാണ് സൈൻ്റെ ഏത് വാല്യൂവിനാണ് 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്? സൈൻ 0. 0 വിവേകിന് കിട്ടിയോ? സോ ദ ആൻസർ ഇസ് 5/2. കഴിഞ്ഞോ? ചെയ്തേ. ഇന്റഗ്രൽ 2 to 3 dx by x square minus 1. ഇവിടെയും നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്റഗ്രൽ dx by x square minus a square എന്റെ ഇക്വേഷൻ 1/2a log mod x minus a divided by x plus a plus c. ഇപ്പൊ കാണാവോ? ആൻസർ കിട്ടിയോ? എന്താ കിട്ടാ? ഇന്റഗ്രൽ 2 to 3 dx by x square minus 1 എന്താ? 1/2a എന്ന് പറയുന്ന 1 ആണ് അല്ലേ? Which is equal to 1/2 log mod x minus a x minus 1 divided by x plus 1 ഇതാണ്. Then 2 to 3 അല്ലേ? Which is equal to 1/2 log mod 3 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3 minus 1 2 3 plus 1 4 minus 1/2 log mod 2 minus 1 1/2 plus 1 3 which is equal to 1/2 കോമൺ എടുക്കാം. log 2/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? 1/2 minus log 1/3. ഇനി log a minus log b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ log a by b അല്ലേ? സോ 1/2 divided by 1/3 അതായത് 1/2 into 3/1 which is equal to 3/2 അല്ലേ? So we can write this as 1/2 log 3/2. This is the answer. root 3/2 1/2 പവർ ആക്കി കൊടുക്കാം അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തേക്കണം? വൺ ബൈ ടു ലോഗ് 3/2 ലോഗ് റൂട്ട് 3/2 അല്ല കേട്ടോ, 3/2ന്റെ റൂട്ട് റൂട്ട് ഓഫ് 3/2 മൊത്തത്തിൽ റൂട്ട് വരുവേ കേട്ടോ. അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. ഇങ്ങനെ എഴുതണം, ലോഗ് റൂട്ട് ഓഫ് 3/2 ഇങ്ങനെ എഴുതിയാലും ശരിയാ. മിക്കവാറും ഇങ്ങനെ എഴുതാറില്ല ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇതെല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങൾ ഐശ്വര്യ പ്രണവ് കംപ്ലീറ്റ് ചെയ്തോ? ക്യാമറ ഓൺ ചെയ്ത് രണ്ടുപേരും. ക്യാമറ ഓൺ ചെയ്ത രണ്ടുപേരും. എന്ത് പറ്റി വിവേക്? Integral 0 to 1 2x plus 3 divided by 5x square plus 1 dx. ശരി. കിട്ടിയോ വിവേക്? ഇതെങ്ങനെയാ ചെയ്യാ? ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്യാ കേട്ടോ. ജ്യോതിഷിന് കിട്ടിയോ? കിട്ടിയോ? കിട്ടിയെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. So integral 2x plus 3 divided by 5x square plus 1 dx. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Integral 2x by 5x square plus 1 dx plus integral 3 by 5x square plus 1 dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് സെപ്പറേറ്റ്ലി സോൾവ് ചെയ്യാം. സോൾവിങ് സെപ്പറേറ്റ്ലി എന്താ കിട്ടാ? ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 5x സ്ക്വയർ പ്ലസ് 1 dx. ഇതിനെ എങ്ങനെ ചെയ്യാം? ഇനി ചെയ്യുവാണോ നിങ്ങള്? ചെയ്തു.
കിട്ടിയോ? പ്രഭം ഇങ്ങനെ കുഞ്ഞായിട്ടാണോ എഴുതണേ എപ്പോഴും? ഇങ്ങനെ എഴുതുന്ന കാണുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? ടീച്ചേഴ്സ് ഒന്നും പറയാറില്ല. അല്ല, ഈ എക്സാം ഷീറ്റിലൊക്കെ ഇങ്ങനെ എഴുതുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ ടീച്ചേഴ്സ്? ഒന്നും പറയാറില്ല. ഇടയ്ക്ക് പ്രാവശ്യം കുറച്ച് വലുതാക്കി എഴുതാൻ. കണ്ടോ, ഇത് ബലം കൊടുക്കാന്നാണോ എഴുതണേ? ഇതുണ്ടോ? ഇത് കുഴപ്പമില്ല. പക്ഷെ ഈ 4 ഒക്കെ കണ്ടോ, ഇത് 4 ആണോ? അത് ആണോ? കണ്ടോ, ടാനൊക്കെ എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടെ വലുതാക്കി എഴുതണം കേട്ടോ. കുറച്ചും കൂടെ ബലം കൊടുത്ത് ഇത് കണ്ടോ, ഈ 1/5 ഒക്കെ നോക്കിയിട്ട് ആ പേപ്പറിൽ ടച്ച് ചെയ്തിട്ടില്ല. ഒന്ന് അടുത്തൂടെ പോയിട്ടേ ഉള്ളൂ. എവിടെ വിവേകിന്റെ കാണിച്ചത് നോക്കട്ടെ. വിവേകിന് ഭയങ്കര ചിരിയാണല്ലോ. ഇത് കുറച്ച് ചെറുതാക്കാൻ പറ്റുന്നായിരിക്കല്ലോ ചോദിക്കാം. എവിടെ ജ്യോതിസിന്റെ കാണിച്ചത്? അത് കുഴപ്പമില്ല. ആൻസർ കിട്ടിയോ? ഇതിന്റെ ഇന്റഗ്രൽ എന്താ കിട്ടി? ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 5x സ്ക്വയർ പ്ലസ് 1dx. എങ്ങനെയാ ചെയ്തേ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തു അല്ലേ? ലെറ്റ് t put t is equal to അല്ലെങ്കിൽ 5x സ്ക്വയർ പ്ലസ് 1 ഈക്വൽ t അല്ലേ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടാ? 2x. അപ്പോൾ 10x ഈക്വൽ 10x dx ഈക്വൽ dt എന്ന് കിട്ടും അല്ലേ? നമുക്കിവിടെ ഉള്ള എന്താ? 2x dx അല്ലേ? അപ്പൊ 2x dx എന്തായിരിക്കും? 2 മതി. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ dt/5 ആയിരിക്കും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dt/5 5x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് t, which is equal to 1/5 integral dt/t. What is integral dt/t? Log t is equal to 1/5 log mod t അല്ലേ? which is equal to 1/5 log mod 5x square plus 1. ഇതിവിടെ നിൽക്കട്ടെ. ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ 3dx ഡിവൈഡഡ് ബൈ 5x സ്ക്വയർ പ്ലസ് 1. 3 പുറത്തെടുക്കാം. ഇന്റഗ്രൽ dx ബൈ 5x സ്ക്വയർ പ്ലസ് 1. ഇവിടുത്തെ ഞാൻ 5ഉം കൂടെ പുറത്തെടുക്കുക. അപ്പൊ എനിക്ക് എന്താ കിട്ടാ? 3/5 ഇന്റഗ്രൽ dx ബൈ x സ്ക്വയർ പ്ലസ് 1/5 അല്ലേ? ഇനി ഈ 1/5നെ എനിക്ക് എങ്ങനെ എഴുതാം? 1/√5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇനി വാട്ട് ഇസ് ഇന്റഗ്രൽ dx ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ? 1/a. വിവേക് പറഞ്ഞേ, വാട്ട് ഇസ് dx ബൈ ഇന്റഗ്രൽ dx ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ? ഇമ്പോസിഷൻ 25 ടൈംസ്. ജ്യോതിസ് പറഞ്ഞേ, ഇന്റഗ്രൽ dx ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ? 1/a tan ഇൻവേഴ്സ് x by a അല്ലേ? പ്ലസ് c which is equal to 3/5 1/a. ഇവിടെ ഏത് പ്ലേസിൽ എന്താ ഉള്ളത്? 1/√5 ആണ് അല്ലേ? സോ 1/1/√5 എന്ന് പറയുമ്പോൾ √5 tan ഇൻവേഴ്സ് x by√5 അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് √5 കിട്ടും, which is equal to 3/√5 tan ഇൻവേഴ്സ് x by√5. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണോ കിട്ടിയേ? ആണോ? ഇങ്ങനെയാണോ കിട്ടിയേ?
എക്സ് ബൈ എ ആണ്. അപ്പൊ എക്സ് ബൈ 1/√5 അല്ലേ? ടാൻ ഇൻവേഴ്സ് √5x അല്ല x√5 ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി വാട്ട് ഇസ് ഇന്റഗ്രൽ 2x + 3/5x² + 1 dx? ഇതിന്റെ ആൻസർ എന്താ? രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം അല്ലെ? ഇന്റഗ്രൽ 2x dx / 5x² + 1 എന്ന് പറയുന്നത് 1/5 log mod 5x² + 1 പ്ലസ് ഇന്റഗ്രൽ 3 dx / 5x² + 1 എന്ന് പറയുന്നത് 3/√5 tan ഇൻവേഴ്സ് x√5 അല്ലെ? ഇനി ഇന്റഗ്രൽ 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? ആദ്യം പുട്ട് x = 1. അപ്പൊ എന്താ വരാ? 1/5 log 1 ഇടുമ്പോ 5 + 1 6 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് √5 മൈനസ് ഇവിടെ 0 ആകും 1/5 log 1 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് 0 which is equal to 1/5 log 6 plus 3/√5 tan inverse √5. log 1ന്റെ വാല്യൂ എത്രയാ? log 1 0. അപ്പൊ ഈ ടേം 0 ആയില്ലേ? tan inverse 0 0 അല്ലേ? സോ ഇതും 0 ആയിപ്പോയി. സോ ദിസ് ഈസ് ദി ആൻസർ. ഇതാണോ കിട്ടിയ എല്ലാവർക്കും? നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല? ലാസ്റ്റ് സ്റ്റെപ്പോ? ഏതാ? ഇവിടം വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണോ ഡൗട്ട്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണോ ഡൗട്ട്? ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ എന്താ? ഇന്റഗ്രൽ 2x + 3 5x ഡിവൈഡഡ് ബൈ 5x² + 1 dx നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി അല്ലെ? ഇന്റഗ്രൽ 2x dx / 5x² + 1 പ്ലസ് ഇന്റഗ്രൽ 3 dx / 5x² + 1. ഓക്കെ, ഇനി എന്താ? നമ്മൾ സെപ്പറേറ്റ്ലി സോൾവ് ചെയ്ത ആൻസേഴ്സ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2x / 5x² + 1 dx എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ? 1/5 log mod 5x² + 1 ആണ്. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ 3 dx / 5x² + 1 ന്റെ ആൻസർ 3/√5 tan ഇൻവേഴ്സ് x√5. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് 1/5 log mod 5x² + 1 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് x√5. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ലിമിറ്റ് 0 to 1 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എക്സിന് 1 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ കിട്ടാ? 1/5 log mod 5x² + 1, അതായത് 5 × 1² എന്ന് പറയുന്നത് 5 ആണ്. 5 + 1 6. ഓക്കെ, അപ്പൊ 1/5 log 6 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് x√5. x√5 എന്ന് പറഞ്ഞാൽ എന്താ? 1√5, അതായത് tan ഇൻവേഴ്സ് √5. ഓക്കെ, ഇത് 1 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും. മൈനസ് ഇനി 0 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 1/5 log 5 × 0 0 ആണ്. 0 + 1 1. അപ്പൊ log 1 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് x√5, അതായത് 0 × √5 0. അപ്പൊ tan ഇൻവേഴ്സ് 0. ഓക്കെ, ഇനി log 1ന്റെ വാല്യൂ എത്രയാ? 0 യാ. log 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ ഈ ടേം 0 ആയിപ്പോയി. കിട്ടിയോ? ഇനി tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തുവാ? 0 ആണ്. അപ്പൊ മൊത്തത്തിൽ ഈ ടേം 0 ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 1/5 log 6 പ്ലസ് 3/√5 tan ഇൻവേഴ്സ് √5. ദിസ് ഈസ് ദി ആൻസർ. കിട്ടിയോ? എന്താ ചോദിച്ചേ? സീറ്റ് മാറാൻ
ഒന്നും കൊടുക്കണം. ഓഫ് ചെയ്യണം ഐ സി. വെറുതെയാണ്. കഴിഞ്ഞോ നിങ്ങൾ കഴിഞ്ഞോ രണ്ടുപേരും, പ്രണവ് ആൻഡ് ഐശ്വര്യ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Integral 0 to 1 x e raised to x square dx. ചെയ്തേ. ചെയ്തു. എക്സ് സ്ക്വയറിന് ടീന്ന് കൊടുക്കും. എക്സ് സ്ക്വയറിന് ടീന്ന് കൊടുക്കാം കേട്ടോ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ബിലാലൊന്ന് ബോട്ടിൽ ചെയ്ത്. ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്?
ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലായിരുന്നോ? സെയിം തന്നെ കിട്ടും ഇല്ലേ? ആ 0 to 1 ഇങ്ങനെയല്ലേ? അതായത് ശരിക്കും ഈ വാല്യൂസ് നമ്മൾ എക്സിനാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ? അത് 1/2 e⁻x², 0 to 1, അതായത് 1/2 എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ e⁻1, എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ e⁻0, which is equal to സെയിം ആൻസർ തന്നെ കിട്ടുക അല്ലേ? സെയിം ആൻസർ തന്നെ കിട്ടും. കഴിഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞോ ഐശ്വര്യ ആൻഡ് പ്രണവ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിട്ടുന്നുണ്ടോ? ജ്യോതിസ് കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ?
ഇങ്ങനെയാണോ ചെയ്യണേ? ഇങ്ങനെയാണോ കിട്ടുന്നത് ചെയ്യുമ്പോൾ? ശരിയാ, ചെയ്ത് ശരിയാ, പക്ഷെ ഇവിടെ തെറ്റിപ്പോയി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും പവേഴ്സ് എന്ത് വരാൻ പാടില്ല, സെയിമും വരാൻ പാടില്ല, ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്ററും വരാൻ പാടില്ല, ഇംപ്രോപ്പർ വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ഡിവൈഡ് ചെയ്ത് നോക്കാറില്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കാറുണ്ടോ? ഉണ്ടോ? പറ. ആ, നമ്മൾ 5x² ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3 എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് പോളിനോമിയൽ ഡിവിഷൻ നമ്മൾ ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്തോ ആരെങ്കിലും? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ആ, എപ്പോഴും നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ എങ്ങനത്തെ ആയിരിക്കണം? അതായത് ന്യൂമറേറ്റർ നമ്മുടെ ഡിനോമിനേറ്ററിന്റെ പവറിനോട് ഈക്വലും ആകാൻ പാടില്ല, ഗ്രേറ്റർ ദാനും ആകാൻ പാടില്ല. അങ്ങനെ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 5x² ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3. എന്താ അത്? ഇതെങ്ങനെയാ ചെയ്യണേ? 5x² x² കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ കിട്ടുക? x² ക്യാൻസൽ ആവും, 5 കിട്ടും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 5നെയും x² പ്ലസ് 4x പ്ലസ് 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. 5 into x² 5x² പ്ലസ് 5 into 4x 20x പ്ലസ് 5 into 3 15. എന്നിട്ട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 20x മൈനസ് 15. ഇപ്പൊ നമ്മുടെ പവർ കുറഞ്ഞൊരു പോളിനോമിയൽ കിട്ടിയില്ലേ? ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 5 പ്ലസ് മൈനസ് കോമൺ എടുത്തു, മൈനസ് ഓഫ് 20x പ്ലസ് 15 ഡിവൈഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3. അതായത് 5 മൈനസ് 20x പ്ലസ് 15 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3. ഇങ്ങനെ എഴുതാം അല്ലെ? ഇനി ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ, സെക്കൻഡ് ഫ്രാക്ഷൻ ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇന്റഗ്രൽ 5x² ബൈ x² പ്ലസ് 4x പ്ലസ് 3 dx ഈക്വൽ ഇന്റഗ്രൽ 5 dx മൈനസ് ഇന്റഗ്രൽ 20x പ്ലസ് 15 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3 dx. ഇവിടെ ഇത് ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. സോൾവിങ് സെപ്പറേറ്റ്ലി. അപ്പൊ എന്താ കിട്ടുക? 20x പ്ലസ് 15 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യം x² പ്ലസ് 4x പ്ലസ് 3നെ ഫാക്ടറൈസ് ചെയ്യണം, എന്നിട്ട് ചെയ്യാട്ടോ.
കിട്ടുന്നുണ്ടോ ബിലാൽ? കിട്ടിയോ? വിവേക് ഒന്ന് ബോർഡിൽ ചെയ്തേ. വിവേക് ആദ്യം ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. അത് സൈഡിൽ ചെയ്തോ, ഫാക്ടറൈസ് ചെയ്യുന്ന സൈഡിൽ ചെയ്തോ. ഓക്കെ, എങ്ങനെയാ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയത്? എ ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 നമ്മൾ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയ? രണ്ടിടത്തെ ന്യൂമറേറ്റേഴ്സ് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ എന്താ കിട്ടുക? 20x പ്ലസ് 15 is equal to a into x plus 3 plus b into x plus 1. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക അല്ലെ? എക്സിന് ആദ്യം നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു -3 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -3 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? (45/2) equal to b എന്ന് കിട്ടി. Next we have to find the value for a. എയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് put x is equal to -1. A equal to -5/2. So we got the values for a and b. Now substitute the values. അപ്പൊ എന്താ കിട്ടാ? വിവേക് പോര് പോര് ഇങ്ങോട്ട് പോര്. ആ എന്തോ അത് ഇവിടെ 5 അല്ല 5x വരത്തില്ലേ? ആ ഓക്കെ, ലാസ്റ്റ് ആണല്ലേ? ഇനി ഈ സൈഡ് റബ് ചെയ്തോട്ടെ. So this we can write it as 20x plus 15 divided by x plus 1 into x plus 3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? a by x plus 1 plus b by x plus 3. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇനി a and b വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ എത്രയാ കിട്ടിയ? -5/2. അപ്പൊ -5/2 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബിയുടെ വാല്യൂ എത്ര കിട്ടിയ? 45/2. 45/2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇങ്ങനെ കിട്ടും അല്ലെ? സോ ഇന്റഗ്രൽ 20x plus 15 by x plus 1 into x plus 3 equal integral -5/2 into x plus 1 plus integral 45 dx by 2 into x plus 3 അല്ലെ? which is equal to -5/2 പുറത്തെടുക്കുക. what is integral dx by x plus 1? log mod x plus 1 plus 45/2, take it as common. what is integral dx by x plus 3? log mod x plus 3. ഇത് കിട്ടി. ഇനി നമ്മുടെ റിക്വയർഡ് ആൻസർ എന്തായിരുന്നു? ഇന്റഗ്രൽ 5x² by x² plus 4x plus 3 dx എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രൽ 5 dx minus integral 20x plus 15 by x² plus 4x plus 3 dx അല്ലേ? Now what is integral 5 dx? 5x മൈനസ് ഇതിന്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയല്ലേ. സോ മൈനസ് ഓഫ് -5/2 എന്ന് പറയുമ്പോൾ പ്ലസ് 5/2 log mod x plus 1 plus 45/2 log mod x plus 3 ഇങ്ങനെ കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ മൈനസ് പ്ലസ് ആകും, ഇവിടുത്തെ പ്ലസ് മൈനസ് ആകും. ഇങ്ങനെ കിട്ടിയില്ലേ? ഇങ്ങനെയാണോ ആൻസർ കിട്ടിയേ? ഇനി എന്ത് ചെയ്യാ? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്തായിരുന്നു? 1 to 2 അല്ലേ? എന്ത് പറ്റി? ഇനി എന്ത് ചെയ്യാം? ഓക്കെ, വാല്യൂ 1 to 2 അല്ലേ? ഇന്റഗ്രൽ 1 to 2 ആണ് അല്ലെ? സോ 1 to 2 വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടാ? പറഞ്ഞേ. ഇതെല്ലാവരും എഴുതിയായിരുന്നോ? നിങ്ങക്ക് കിട്ടിയോ? ഐശ്വര്യ, പ്രണവ് കിട്ടിയോ? റബ്ബ് ചെയ്യാവോ? റബ്ബ് ചെയ്യാവോ? കേട്ടില്ല. അതിനെ നമ്മൾ എഴുതിയേക്കുന്ന ഓർഡർ മാറിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. 5x minus 45/2 log mod x plus 3 plus 5/2 log mod x plus 1 അല്ലേ? അല്ലേ? സെയിം ആണ് കേട്ടോ, ഓർഡർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ? വാല്യൂസ് കൊടുക്കുക. ആദ്യം 2 ഇട്ട് കൊടുക്കുക. 5 into 2 10 plus 5/2 log mod 2 plus 1 3 minus 45/2 log 2 plus 3 5 മൈനസ് ഇനി 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 5 plus 5/2 log 2 minus 45/2 log 4.
which is equal to 10 plus 5 by 2 log 3 minus 45 by 2 log 5 minus 5 by 2 log 2 plus 45 by 2 log 4. 10 minus 5 എത്രയാ? 5 plus ഇവിടെ നമുക്ക് 5 by 2 log 3 minus 5 by 2 log 2 ഉണ്ട് അല്ലേ? So we can take 5 by 2 common. പിന്നെ ബാക്കി എന്താ ഉള്ളത്? log 3 minus log 2 എന്ന് പറഞ്ഞാൽ എന്താ? log 3 by 2 minus 45 by 2 common എടുക്കാം. log 5 minus log 4 minus 45 by 2 കോമൺ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ മൈനസ് വരും അല്ലേ? സോ log 5 minus log 4 എന്ന് പറയുന്നത് log 5 by 4. ദിസ് ഈസ് ദി ആൻസർ. ഇങ്ങനെയാണോ കിട്ടിയത്? ആണോ? വേണമെങ്കിൽ 5 by 2 ഇനിയും കോമൺ എടുക്കാം. മൈനസ് 5 by 2 കോമൺ എടുക്കണം. മൈനസ് 5 by 2 കോമൺ എടുക്കണോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് കോമൺ എടുക്കണ്ട. ഇതേ രീതിയിൽ ചെയ്യാം. ഇനിയും കോമൺ എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. മൊത്തം 5 ഒക്കെ കോമൺ എടുക്കാം, കുഴപ്പമില്ല. 5 ഉണ്ടല്ലോ എല്ലാത്തിലും. ബ്രേക്കോ? ബ്രേക്കിന് ടൈമില്ല. ഇപ്പൊ ഇനി ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4:30 ആവും കയറി വരാൻ. 4:15 ആയില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്തോ? ഒരു 5 minutes ബ്രേക്ക് എടുക്കും. ഇത് കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇതൊന്ന് ചെയ്തേ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ ഇ റൈസ് ടു എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തോ. ഇത് ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എങ്ങനെയാ ചെയ്യാ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പറഞ്ഞേ. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് ആണ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അല്ലേ? അപ്പൊ ഇത് പ്ലസ് ആകും കോസ് എക്സ് ഡി എക്സ്. ഇനി ഇത് മാത്രം ഇതിനെ I1 എന്ന് എടുക്കുക. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് എക്സിനെ let I1 equal integral e raised to x cos x dx. ഓക്കെ, ഇതിനെ I എന്ന് വിളിക്കുക. ഓക്കെ, ഇതിനെ I എന്ന് വിളിക്കുക, ഇതിനെ I1 എന്ന് വിളിക്കുക. ഇനി ഇത് കണ്ടുപിടിച്ചേ. I1 ഈക്വൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സ് ഒന്ന് ചെയ്തേ. വിവേക് ചെയ്യുവാണോ? സംസാരിക്കാണ്ടൊന്ന് ചെയ്തേ. എന്ത് കിട്ടി? I1 is equal to first function into integral of second function
minus integral of d by dx of first function into integral of second function, which is equal to e raised to x into cos x in integral എന്താ sin x minus integral of e raised to x into sin x dx. അല്ലേ? ഇതല്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതിനെ നമ്മൾ I എന്നല്ലേ വിളിച്ചേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? e raised to x sin x മൈനസ് I എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ I is equal to എന്തായിരുന്നു? ഇതിനെ നമ്മൾ I1 എന്ന് വിളിച്ചില്ലേ? അതായത് I is equal to എന്തായിരുന്നു? മൈനസ് e raised to x cos x plus I1 ആയിരുന്നു അല്ലേ? I1 is equal to this എന്ന് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I is equal to minus e raised to x cos x plus I1. ഇനി I1 എന്ന് പറയുന്നത് എന്താ? മൈനസ് e raised to x cos x plus I1 എന്ന് പറയുന്നത് e raised to x sin x മൈനസ് I അല്ലേ? സോ I is equal to this. ഇനി ഈ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? 2I is equal to minus e raised to x cos x plus e raised to x sin x. കിട്ടില്ലേ? ഇപ്പൊ ആരും എഴുതണ്ടേ? ഇവിടെ നോക്കും. കിട്ടില്ലേ? നമുക്ക് എന്താ വേണ്ട? I അല്ലേ വേണ്ട? I കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ മൊത്തത്തിന്റെ ബൈ 2 ചെയ്താൽ പോരെ? സോ I is equal to minus e raised to x cos x plus e raised to x sin x divided by 2. This is the answer. കിട്ടിയോ? ഒന്നും കൂടെ പറയണോ? വേണ്ട, ക്ലിയർ ആണ്. നിങ്ങൾക്കോ? ഐശ്വര്യ, പ്രണവ്, ഒന്നും കൂടെ പറയണം. ഇവിടെ നോക്കാം, ബോർഡ് ഫുള്ള് കാണാലോ അല്ലെ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ് ആണ്. അതിനെ നമ്മൾ ഐ എന്ന് വിളിച്ചു. ഓക്കെ, സോ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ഇന്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്നലെ നമ്മൾ പഠിച്ചതാ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? which is equal to e raised to x. What is integral of sin x? Sin x in integral എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മൈനസ് കോസ് എക്സ് അല്ലെ? പ്ലസ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് എക്സ്. അപ്പൊ മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആകും കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? മൈനസ് ഇ റൈസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഈ ഇന്റഗ്രലിനെ നമ്മൾ I1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി I1 സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യാണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് അല്ലെ? മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു എക്സ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ എന്താ ഉള്ളത്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ആ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഐ ആണ്. സോ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ എന്താ? ഐ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഇ റൈസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് I1 ആണ്. I1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ. ഇവിടെ ഒരു മൈനസ് ഐ ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ദിസ് സൈഡ് ഇറ്റ് ചേഞ്ചസ് ടു 2i അല്ലെ? 2i is equal to minus e raised to x cos x plus e raised to x sin x. ചോദിക്ക്, ഇവിടെയാണോ ഡൗട്ട്? ഇനി എന്ത് ചെയ്തു? 2i is equal to this എന്ന് കിട്ടി. അപ്പൊ i is equal to this divided by 2 plus. കിട്ടിയോ ഐശ്വര്യ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ഓക്കെ, ബിലാലിന് ക്ലിയർ ആണോ? വായിച്ചു കേട്ടോ, എഴുതി നോക്കേ. എഴുതി നോക്കിക്കേ.
നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എത്ര എക്സസൈസ് പഠിച്ചിട്ട് വരാൻ പറ്റും? എത്ര എണ്ണം പഠിച്ചിട്ട് വരാൻ പറ്റും ഫുള്ള്? ആ നാളെ. ആ അല്ല ഏത് ഒരെണ്ണോ രണ്ടോ ഏതാ പഠിച്ച് ഇന്ന് പഠിച്ച പോർഷൻസ് പഠിച്ചിട്ട് വരാൻ പറ്റുമല്ലോ. ഞാൻ ടെസ്റ്റ് ഇടൂ കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ടുമോറോ ആണോ ഇല്ലയോ എന്നുള്ളത് കൺഫർമേഷൻ വെച്ച് തരൂ കേട്ടോ. ഓക്കെ, നല്ലോണം ചെയ്ത് പഠിക്കണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ല. നിങ്ങൾക്കോ ഐശ്വര്യ, പ്രണവ്? ഓക്കെ, താങ്ക് യു.